എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ബൂസ്റ്റി എന്ന് പറയുന്ന ഒരു MH-24 ചാർജറാണ്. അപ്പം ഒറിജിനലി വന്നിട്ട് ഇത് EN-EL14 എന്ന് പറയുന്ന ബാറ്ററീസ് അല്ലെങ്കിൽ അതുപോലുള്ള ബാറ്ററീസ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാർജറാണ്. അപ്പം ഒറിജിനൽ ബാറ്ററി എന്ന് പറയുന്നത്, അതായത് ആ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒറിജിനൽ ബാറ്ററി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതായത് 2900 രൂപ 3000 രൂപയൊക്കെ ആയിരിക്കും മിക്കവാറും വില. ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും ഏകദേശമൊക്കെ ആ വില തന്നെ വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രൈ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടി ബാറ്ററി ചാർജർ മേടിച്ചതാണ്. അപ്പം നമുക്ക് നോക്കാം, ഇത് അഴിച്ച് നോക്കിയിട്ട് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മൾട്ടിമീറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട് കണക്കാക്കാൻ വേണ്ടിയാണ്, മാത്രമല്ല വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയണമല്ലോ. ഒരു വയറുണ്ട്. അപ്പം ഇതുപോലെ ഇതാ ഒരു സ്പോഞ്ചിനകത്ത് നമുക്ക് സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ റബ്ബർ എടുത്ത് മാറ്റാം. ഓക്കെ, കണ്ടിട്ട് കുഴപ്പമില്ല. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഔട്ട്പുട്ട് വന്നിട്ട് 8.4 വോൾട്ട് 0.9 ആംപിയർ ഒക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ചാർജറിന് വന്നിട്ട് ഇതുപോലെ വയറില്ല, അത് കുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഇതിൽ തന്നെ വരികയാണ്, അതിൻ്റെ എന്താണ് കുത്തുന്ന സാധനം വരികയാണ്. അപ്പോൾ അത് എടുത്ത് ഇങ്ങനെ കുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള തേർഡ് പാർട്ടിക്കെല്ലാം ഇതുപോലെ വയസ്സ് വരുന്നത്. ഓക്കെ, കണ്ടിട്ട് ക്വാളിറ്റി വയറാന്ന് തോന്നുന്നുണ്ട്. കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും, കുറച്ചാൾ കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇത് നല്ല നീളമുണ്ട് കേട്ടോ. ഒറിജിനലിൽ ഇങ്ങനെ നീളമുള്ള വയറൊന്നും വരുന്നില്ല, അതിൻ്റെ കൂടെ 2 പിന്നാണ് വരുന്നത്, അത് കുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല നീളമുള്ള ഒരു വയറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കാം എന്തായാലും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ വില വന്നിട്ട് 700 രൂപയാണ്, 704 രൂപയായി കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഓക്കെ, ഇത് എത്ര നാൾ ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഉപയോഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കുത്തി നോക്കാം. കുത്തിപ്പോൾ അടിച്ചു പോവോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ ഞാൻ കുത്തി നോക്കാം കേട്ടോ, അടിച്ചൊന്നും പോയിട്ടില്ല. ഇതിനെ ഓണായിട്ട് നോക്കാം. അവസാനം എൻ്റെ മൾട്ടിമീറ്റർ പോയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ 20 വോൾട്ടിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ സാധനം ഒന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ അറ്റത്ത് 2 ഭാഗത്താണ് പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് റീഡിങ് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് മാത്രം ഇതിൻ്റെ റീഡിങ് വായിക്കാൻ പറ്റുക 8.54 വോൾട്ടേജാണ് എൻ്റെ റീഡിങ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ വയർ എടുക്കാം. നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിക്കായിരിക്കും ഇത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറഞ്ഞ മൾട്ടിമീറ്ററൊക്കെ ഉപയോഗിക്കായിരിക്കും ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. പെട്ടെന്നായിരിക്കും അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ തീർന്നു പോകുന്നത്. അപ്പോൾ ഈ ബാറ്ററി വന്നിട്ട് ഡിജിടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, നോക്കുക. ഓക്കെ, അപ്പം ഇതാ ബാറ്ററി ഇങ്ങനെയാണ് ഇടുന്നത്. അല്ല, ഇവിടെയാണ് പിൻഭാഗം വരുന്നത്. നമുക്ക് കുത്താം, അടിച്ചു പോകാതിരുന്നാൽ മതി. ഓക്കെ, ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ, എനിക്കൊന്ന് ചാർജ് ആവുന്നതാണ്. അപ്പം സാറിന് ഇതിൽ 4-5 മണിക്കൂറാണ് ഇത് ചാർജ് ആവുന്നത്. ഇപ്പോൾ ഒറിജിനലിൻ്റെയും ചാർജർ വന്നിട്ട് ഏകദേശം ആ ഒരു സമയമാണ് ചാർജ് ആവുന്നത്. അപ്പം ഇത് ചാർജ് ആവുന്ന എൻ്റെ ആണെന്ന് തോന്നുന്നു. റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ബോക്സിനകത്ത് മാനുവലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒരു ബോക്സ് മാത്രം വന്നിട്ടുണ്ട്. ഇതിനകത്ത് സിലിക്ക ജെല്ല് പോലും ഇല്ല എന്നുള്ളതാണ് വേറെ സത്യം. കുറച്ച് വേണമായിരുന്നു. ഓക്കെ, അകത്ത് ടാൻസിൻ്റെ ഇൻബോക്സിൻ്റെ പേപ്പറൊന്നും ഇല്ല, ഇതൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ചാർജറുകളൊന്നും അധികം നിൽക്കാറില്ല. മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾ ഇപ്പം ഓഫ്ലൈനായിട്ട് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വിലയായിരിക്കും സാധനത്തിന്. കാരണം ഇതിപ്പോൾ ബൂസ്റ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഇതെല്ലാം ലോക്കൽ പ്രൊഡക്റ്റാണ്, ലോക്കലായിട്ട് ചൈനയിലും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണിത്. അപ്പം അല്ലാതെ ഒരെണ്ണം ചാർജർ മേടിക്കണം. ഞാൻ ഈയിടയ്ക്ക് ഒരു എറണാകുളത്ത് ഒരു കടയിൽ ചോദിച്ചപ്പോൾ ഒരു 900 രൂപയാണ് പറഞ്ഞത്. ഏതോ കേട്ടിട്ടില്ലാത്തൊരു കമ്പനിയുടെയാണ്, എന്തുവാണ് ആ പേര് ഞാനങ്ങ് മറന്നുപോയി. അപ്പം 900 രൂപയാണ് അതിന് അന്ന് വില പറഞ്ഞത്. ഇത് ഓൺലൈനിൽ പല കമ്പനികളുടെയും ഉണ്ട്. ഇപ്പോൾ ബൂസ്റ്റിന്നോ ഫോട്ടോ കെയർന്നോ ഡിജിടെക്കെന്നോ ഡിജി കെയർന്നോ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഇതെല്ലാം മേടിച്ച് ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, റിവ്യൂ നോക്കുകയാണ് ചെയ്യുന്നത്. അത് സർട്ടിഫൈഡ് ബയർ ആണോ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നത്, ഓൾറെഡി എന്താണ് ആൾക്കാർ പറയുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് എങ്ങനെയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇടും. കാരണം
നമ്മളെന്തായാലും ഈ ബഡ്ജറ്റിലാകുമ്പോഴാണല്ലോ ഇതുപോലുള്ള തേർഡ് പാർട്ടി ചാർജറും അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ബാറ്ററി തന്നെ ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയുള്ള കാര്യങ്ങൾ, കൂടുതലൊന്നും എനിക്ക് പറയാനൊന്നുമില്ല കേട്ടോ.